അയാൾ ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു ഓവർവ്യൂ സെക്ഷനാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒന്ന് കവർ ചെയ്തതാണ്. എനിവേ നമ്മളിതിൻ്റെ ഒരു തിയറി പോർഷൻസ് ഒരു ബേസിക് ഒരു എസെൻഷ്യൽ ഗൈഡ് ലൈൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം സാധാരണഗതിയിൽ ജൂനിയർ ഇൻസ്പെക്ടർ ഒരുവിധ എല്ലാ പരീക്ഷകളിലും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ട്രേഡ്സ്മാൻ പരീക്ഷ ചെയ്ത സമയത്ത് അതിൻ്റെ സിലബസിൽ ഇത് ഉണ്ടായിരുന്നില്ല. ബട്ട് സാധാരണഗതിയിൽ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ഇതൊരു ഒരു മെയിൻ പ്രൊമിനൻറ്റ് ഏരിയ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടിങ് തിയറി എല്ലാവരും ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സസ് മുമ്പോട്ട് പോകുന്നത്. ഇനി ഫിറ്റർ അല്ലാതെ ബാക്കി ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്ക് തന്നെ ഈ ഒരു ക്ലാസ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം. ഒരു ബേസിക് ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത്. ആദ്യം നമുക്ക് എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അല്ലേ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻഡസ്ട്രീസിലോ കാര്യങ്ങളോ എവിടെയാണെങ്കിലും ഇൻഡസ്ട്രിയിലായിക്കോട്ടെ വഴിയിലായിക്കോട്ടെ വേറെ പുറത്ത് സിറ്റുവേഷൻ അതായത് നമുക്കൊരു പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു, ഒരു മെഡിക്കൽ എമർജൻസി വന്നു, അല്ലെങ്കിൽ ഇഞ്ചുറി വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു പ്രാരംഭഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സേഫ്റ്റീൻ്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതൊക്കെ അറിയാം. ഈ ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു മെഡിക്കൽ ടീമിൻ്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഗോൾഡൻ അവറായിട്ട് കൺസിഡർ ചെയ്യുന്നത് 4 hours ആണ്. പക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ പ്രകാരം 30 minutes ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഗോൾഡൻ അവേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ. അതായത് നമ്മളിപ്പോൾ പണ്ടപ്പോഴെങ്കിലും ഈ സേഫ്റ്റി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസ് മെഡിക്കൽ ടീമിൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റൽസൊക്കെ എല്ലാ ഇൻഡസ്ട്രീസിലും ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 4 hours ആണ് അവർ നോർമലി പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഇവിടെ ഓർത്തിരിക്കുക, ഗോൾഡൻ അവർ എന്ന് പറയുന്നത് 30 minutes ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം, അതായത് ഓർത്തിരിക്കുക, ക്രിട്ടിക്കൽ ടു ആക്ട് വിത്തിൻ ദ 30 minutes ആഫ്റ്റർ ആൻ എമർജൻസി. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നതിന് ശേഷമുള്ള 30 മിനിറ്റുകളെയാണ് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഒരു ഗോൾഡൻ അവർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് എല്ലാവരും ഓർത്തിരിക്കുക, ഗോൾഡൻ അവർ എന്ന് പറയുന്ന പോയിന്റ് 30 minutes ആഫ്റ്റർ ദ എമർജൻസി. ക്ലിയർ ആണല്ലോ. കാരണം എന്തുകൊണ്ടാണത് പറയുന്നത്, കാരണം ഫസ്റ്റ് 30 minutes നമുക്ക് ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു 90% നമ്മളോട് സർവൈവലാവും. അതായത് ഇപ്പോൾ സപ്പോസ് ഒരാൾക്ക് ഷോക്കിംഗ് സംഭവിച്ചു, അല്ലെങ്കിൽ പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ് വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ആ ഒരു 30 minutes തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഫസ്റ്റ് എയ്ഡ് നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് CPR ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ CPR ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് ആ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതാണ് ഫസ്റ്റ് 30 minutes ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഗോൾഡൻ അവർ എന്ന് പറയുന്നത് 30 minutes ആഫ്റ്റർ എമർജൻസിയാണ് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ. എല്ലാവരും ആ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റ് എല്ലാവരും അണ്ടർലൈൻ ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നിട്ടുണ്ട്, ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഇവാലുവേറ്റിംഗ് ദ സിറ്റുവേഷൻ. നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാൾ പെട്ടെന്ന് റോഡിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അയാളെ ഒരു സേഫ് സോണിലേക്ക് മാറ്റി നിർത്തുക എന്നുള്ളതാണ് അല്ലേ. അത് ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതാണ്, നമ്മളൊരു സേഫ് സോണിലേക്ക് ഇവരെ മാറ്റുക എന്നുള്ളതാണ്. ഒന്ന് ജസ്റ്റ് മാറ്റി, കാരണം അതെന്ന് വെച്ചാൽ റോഡ് സേഫ്റ്റി അല്ലെങ്കിൽ ആ സറൗണ്ടിങ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക. പിന്നീട് നമുക്കുള്ളത് ABC എന്ന് പറയും. ABCs ഫോർ ഫസ്റ്റ് എയ്ഡ്. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നിട്ടുണ്ട്. എന്താണ് A, എന്താണ് B, എന്താണ് C. ABC എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എയർവേ ക്ലിയർ ചെയ്യുക, അതായത് ഒരു എൻഷുർ ഇറ്റ് ഈസ് ക്ലിയർ. അതായത് നമുക്കൊരു ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ചോക്കിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർവേ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെക്ക് ജസ്റ്റ് ഇങ്ങനെ പൊക്കി വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ എയർവേ ക്ലിയർ ചെയ്യുക, ബ്രീത്തിങ് കറക്റ്റ് ചെയ്യുക, ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുക, സർക്കുലേഷൻ അതായത് നമ്മുടെ പൾസ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നോർമലി നമ്മൾ പൾസ് ചെക്ക് ചെയ്യുന്നത് ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ കണ്ടീഷനിലാണെങ്കിൽ നമ്മുടെ കയ്യിലല്ല ചെക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു 3 fingers വെച്ചിട്ട് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഇവിടെയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പൾസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പൾസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അതായത് ഈ
കുടലിൻ്റെ ഈ രണ്ട് സൈഡിലുള്ള വലിയ ഞരമ്പുകൾ എന്ന് പറയുന്നത് വളരെ വലിയ ഞരമ്പുകളാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഈസിലി നമുക്ക് പൾസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഓർത്തിരിക്കാം. പിന്നീട് നമുക്ക് കുറച്ചും കൂടെ പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. എനിവേ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമുക്ക് എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, എയർവേ എൻഷുർ ഇറ്റ് ഈസ് ക്ലിയർ, ബ്രീത്തിങ് കൺഫേം ദ പേഴ്സൺ ഈസ് ബ്രീത്തിങ്, സർക്കുലേഷൻ ചെക്ക് ഫോർ പൾസ്. അപ്പോൾ ഈ ബ്രീത്തിങ് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാം? ബ്രീത്തിങ് ചെക്ക് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഒരാളെ ഫ്ലാറ്റായിട്ട് കിടത്തിയതിന് ശേഷം നമ്മൾ ചെരിഞ്ഞ് നോക്കണം എന്നാണ് പറയുക. കാരണം നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്ത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഞങ്ങൾ ജസ്റ്റ് ചെരിഞ്ഞ് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ആ ചെറിയ അനക്കം പോലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചെരിഞ്ഞ് നോക്കണം എന്ന് പറയുന്നത്. അതായത് ചെസ്റ്റ് ഏരിയയിൽ നമ്മൾ ചെരിഞ്ഞ് വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവാലുവേറ്റിംഗ് ദ സിറ്റുവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ABCs ഫോർ ഫസ്റ്റ് എയ്ഡിൽ ഫസ്റ്റ് എയർവേ, രണ്ടാമത്തെ ബ്രീത്തിങ്, മൂന്നാമത് സർക്കുലേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ABC ഓർഡർ എന്താണ് ABC എന്ന ക്വസ്റ്റ്യൻ കയറി വരാം. എയർവേ, ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ. ഓക്കെ, ഇനി മാനേജിങ് സ്പെസിഫിക് എമർജൻസി. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരാളെ മാറ്റി കിടത്തിയതിന് ശേഷം നമ്മൾ ഈ പറയുന്ന 3 ABC നമ്മൾ നോക്കി. ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ആസ്ക് ഫോർ എ ഹെൽപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അതായത് നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, എമർജൻസി സർവീസുകളെ കോൾ ചെയ്യാം. നമുക്ക് ഒരുപാട് എമർജൻസി സർവീസസ് ഉണ്ട്. കോൾ ഹിം ഹെൽപ്പ് ടു ഇമ്മീഡിയറ്റ്ലി ഫോർ ഇൻസ്ട്രക്ട് സമ്മൺ എൽസ് ടു ഡു സോ അല്ലേ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ മാറ്റി കിടത്തുന്നതിന് കൂടെ തന്നെ ഒരാളെ ഹെൽപ്പിന് വിളിക്കുകയും വേണം. കാരണം നമ്മൾ ഈ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഈ CPR കൊടുക്കുന്ന സമയത്ത് മറ്റേ ആൾ എന്ത് ചെയ്തിട്ടുണ്ടോ, ആംബുലൻസ് വിളിച്ച് ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ടാണോ. അതാണ് നമ്മളൊരു ആസ്ക് ഫോർ എ ഫ്രണ്ട് എന്നെപ്പോഴും പറയുന്നത്. ക്ലിയർ. അതുപോലെ തന്നെ നമുക്ക് ഈ വിക്ടിമിനെ നമ്മൾ അനലൈസ് ആയിട്ട് നമുക്കൊരു ഇത് പോകരുത്. കാരണം നമുക്ക് എപ്പോഴും അറിയാം, പലപ്പോഴും ചിലപ്പം എപ്പോഴും നമുക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല. അതിന് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ എയ്ഡ് തന്നെ ആവശ്യം വരാറുണ്ട്. ഈ പൊള്ളലൊക്കെ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്നത്, ഇപ്പം നമ്മൾ ഈ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഈ പൊള്ളലൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മളൊരാൾ വിയർ ചെയ്യുന്ന പാൻറ്റോ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രസ്സ് വലിച്ച് ഊരിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ മുകളിലത്തെ തൊലി മൊത്തം ഇളകി പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മളെപ്പോഴും ഒരു എക്സ്ട്രീം നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എമർജൻസി സർവീസിനെ വിളിക്കുക, നേരിട്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഒരു ട്രീറ്റ്മെൻറ്റിന് കുറച്ച് പ്രോട്ടോകോൾസ് നമ്മൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇവിടെ അന്നനാളത്തിൽ എന്തെങ്കിലും കുടുങ്ങുകയൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് അറിയാം. അതായത് നമ്മൾ മുതുകിൽ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് മുതുകിൽ ഇങ്ങനെ തട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചോക്കിംഗ് എന്ന് റിക്കവർ ചെയ്യുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്ക് ജസ്റ്റ് കാര്യങ്ങളുള്ളൂ. ചോക്കിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റിയെടുക്കാം. കാരണം നമ്മുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ നിർത്തുന്നതിന് മുന്നേ നമ്മൾ ചോക്കിങ്ങിനുള്ള എന്ത് ചെയ്തിട്ടുണ്ടാവണം, പ്രിവെൻറ്റീവ് മെഷർ ചെയ്തിട്ടുണ്ടാവും. ബേൺസ് ആണെങ്കിൽ കൂൾ വിത്ത് വാട്ടർ, അതായത് ക്രീം, ഈ പോപ്പിംഗ് ബ്ലിസ്റ്റേഴ്സ്, പേസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തേക്കാൻ നിൽക്കരുത്. നെക്സ്റ്റ് വരുന്നതാണ് കൺസഷൻ ആൻഡ് സ്പൈനൽ ഇഞ്ചുറീസ്. ഓക്കെ, അപ്പം അത് ആശുപത്രിയിൽ തന്നെ നമ്മൾ പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഷോക്ക് അല്ലെങ്കിൽ അൺകോൺഷ്യസ്നെസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഷോക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് പവറിൽ നിന്ന് ഇവിടെ വിടുവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഇവരുടെ ബ്ലീഡിങ് കറക്റ്റാണോ, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ വാമായിട്ട് വിക്ടിമിനെ കീപ്പ് ചെയ്യണം. നമ്മൾ വെള്ളമൊന്നും കൊടുക്കാൻ നിൽക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഷോക്ക് ആദ്യം നമ്മളൊരു ഇൻസുലേറ്റർ വെച്ചിട്ട് ഇവരെ തട്ടി മാറ്റാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവിടുത്തെ പവർ സപ്ലൈ എവിടെയാണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ പവർ സപ്ലൈ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അൺകോൺഷ്യസ് വിക്ടിംസിനെ സംബന്ധിച്ചാണെങ്കിൽ എയർവേ ക്ലിയർ ആക്കുക, അതുപോലെ തന്നെ റിക്കവറി പൊസിഷനിൽ കറക്റ്റായിട്ട് നിൽക്കുക, ബ്രീത്തിങ് ആൻഡ് പൾസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലാത്തിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ബേണൊക്കെ അല്ലാത്ത എല്ലാത്തിൻ്റെ ഫൈനൽ സ്റ്റേജ്, കാർഡിയാക് അറസ്റ്റ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ CPR കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് പോസിബിൾ കോസ്. അതായത് ബിഫോർ ട്രീറ്റ്മെൻറ്റിന് മുമ്പിൽ നമുക്ക് ഡയഗ്നോസിസ് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ പോസിബിൾ കോസസ് ആൽക്കഹോളിക് ആണോ, എപ്പിലെപ്സി, ട്രോമ, ഇൻഫെക്ഷൻ, ഡയബറ്റിക്സ്, സ്ട്രോക്ക് തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, കോസസ് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ആ കോസസിന് അഡോപ്റ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ പ്രകാരം ആ ഫസ്റ്റ് എയ്ഡിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്കിവിടെ നിർത്താൻ പറ്റില്ല. നമ്മളിങ്ങനെ വിശാലമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ എനിവേ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം 5 or 6 ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ അപ്പുറത്തോട്ട് വയ്ക്കുമ്പോൾ എന്ത് വരാനില്ല, ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരാനില്ല. ക്വസ്റ്റ്യനും കൂടെ നിങ്ങളൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക, ഈ ഒരു ഭാഗം പെർഫെക്റ്റ്ലി ക്ലിയർ ആവും. അപ്പോൾ അടുത്ത സെക്ഷനിൽ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ആ ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ.